വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മൂങ്കോടസ് കോട്ടിയൂരിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഞാൻ കുറേ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നതിനേക്കാൾ നല്ലത് മീഷോ എന്ന് വാങ്ങിച്ചൂടെ? അല്ലെങ്കിൽ പുറത്ത് പോയി മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ പോലും ആവത്തില്ല 500 റുപ്പീസ് പോലും. നിനക്കെന്താ വട്ടാണോ? പിന്നെന്താ, നിനക്ക് വേറെ പണിയില്ലേ? പിന്നെ വീട് വെക്കാൻ പോലും ആവില്ലല്ലോ 5 മാസം. നല്ല നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള കമൻസ് ആണ് കേട്ടോ എനിക്കിതിന് മുന്നേ മോങ്കോഡസിൽ നിന്ന് പർച്ചേസ് ചെയ്ത വീഡിയോയ്ക്ക് വന്നിട്ടുള്ള കമൻസ്. കുറേ ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വീഡിയോയിൽ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ എത്ര വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോഴും ആ കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയ്ക്ക്. മോങ്കോഡസിൽ നിന്ന് ഇതെൻ്റെ ഒരു 3ാമത്തെ പർച്ചേസാണ്. ആദ്യം ആ വീഡിയോ ഇട്ടതിന് ശേഷം ആ 2 ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് അത്യാവശ്യം കുറേ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഉൾപ്പെടെ വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത്. അതിനുശേഷം ഞാൻ അങ്ങനെ മോങ്കോഡസിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെ എനിക്ക് വേണം എന്ന് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. 5 മാസം കാത്തിരിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടും ആണ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ഇടയ്ക്ക് അവരൊരു പുതിയൊരു ഐറ്റം, അതിപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണ്, വേറെയും കുറേ പേജുകളിലൊക്കെ വന്നിട്ടുണ്ട്. സാരി ഗൗൺ എന്ന് പറയുന്ന, ഞാൻ ഇവിടെ വീഡിയോ സൈഡിൽ അവർ ഇട്ടിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. സാരി ഗൗൺ എന്ന് പറയുന്ന ഒരു പുതിയത്, അതായത് ഗൗണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പ്ലസ് ഷോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷോള് ഗൗൺ പോലെ ഇടാം, അല്ലെങ്കിൽ നമുക്കതിനെ ഹാഫ് സാരി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. കുറേ കളേഴ്സിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രൈസ് വന്നിട്ട് 899 ആണ് പ്രൈസ്. 899 രൂപയായിരുന്നു എൻ്റെ പ്രൈസ്. ഞാനതിനെ 899, ഞാൻ കുറേ കളേഴ്സൊക്കെ നോക്കി. കളേഴ്സാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്, ഏത് കളറാണ് നമുക്ക് അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ആ ഒരു കളറിൻ്റെ ആ ഒരു ചെറിയ വേരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ വിചാരിച്ചു ബ്രൗൺ തന്നെ എടുക്കാം. വേറെയും പർപ്പിൾ, പിന്നെ വേറെ ഒത്തിരി ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വിചാരിച്ചു കുറച്ച് ഡാർക്ക് കളർ ആകുമ്പം നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയാണ് ഞാൻ ബ്രൗണിൽ, കോഫി ബ്രൗണാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലാർജ് സൈസിൽ, ലാർജ് എക്സലിലേക്ക് വരുമ്പോൾ 899 ആണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. ലാർജ് എക്സൽ വരുമ്പം കുറച്ചുകൂടി പ്രൈസ് കൂടുമെന്ന് തോന്നുന്നു. 1000 900 സംതിങ്ങോ വരും. അപ്പോൾ 899 പ്ലസ് എനിക്ക് ഷിപ്പിംഗ് എല്ലാം കൂടി ചേർത്തിട്ട് 1017 രൂപയാണ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ അടയ്ക്കുന്നത് മെയ് 16-ാം തീയതിയാണ് ഞാനിത് ഓർഡർ ചെയ്യുന്നത്, ബുക്ക് ചെയ്യുന്നത്. മെയ് 16-ാം തീയതി. എനിക്ക് ഡ്രസ്സ് വന്നിരിക്കുന്നത് ജൂൺ 18-ാം തീയതി. വിത്തിൻ 1 മന്ത് എനിക്കിതാ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. 1 മാസം കൊണ്ട് ഞാനെന്താ ഓർഡർ ചെയ്യുമ്പോൾ ഓക്കെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഏകദേശം ഞാൻ 4 മാസം കണക്ക് കൂട്ടി ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. 2 പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് 16-ാം തീയതി ഈ ഒരു പ്രൊഡക്റ്റും മെയ് 30-ാം തീയതി അവർ ഇതേപോലെ തന്നെ സാരി ഗൗണിൻ്റെ വേറൊരു ഡിസൈനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വെറും 699 ആണ്. ബാക്കിയെല്ലാം കൂടി ചേർത്തിട്ട് 800 സംതിങ് ആയിട്ടുണ്ട്. അത് ഞാൻ മെയ് 30-ാം തീയതിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയ് 16-ാം തീയതി ഓർഡർ ചെയ്തു. പിന്നെ ഞാനത് നോക്കിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ഒരു 3-4 മാസം വെയിറ്റ് ചെയ്യാം എന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് ലാർജ് സൈസായിരുന്നു. എനിക്ക് കഴിഞ്ഞ തവണ വാങ്ങിയതൊക്കെ പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ലാർജ് തന്നെ ഓർഡർ ചെയ്തു. ഈ ഒരു ജൂൺ 14-ാം തീയതി ആയപ്പം എനിക്കൊരു മെയിൽ വന്നു, ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയിട്ടാ. ഇത്ര പെട്ടെന്ന് 1 മാസം കൊണ്ട് ജൂൺ 14, ഏകദേശം കറക്റ്റ് 1 മന്തായി. 14-ാം തീയതി ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. ഞാനത് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം പിറ്റേന്ന് തന്നെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് എത്തി 18-ാം തീയതി ആയപ്പം എനിക്ക് വീട്ടിലെത്തിയ സംഭവം. ഞാനത് ചാടി കയറി പൊളിച്ചത്. ഓക്കെ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ എക്സൈറ്റഡോടുകൂടി വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അത് വേറെ ഉണ്ടാവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവരെ വെള്ള പൂശാൻ, കുറേ കമൻസ് കണ്ടു, വെള്ള പൂശാൻ നോക്കുന്നു, അവരെ വൈറ്റ് വാഷ് അടിക്കുന്നു, പിന്നെ എന്താ അവർക്ക് പോസിറ്റീവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് നെഗറ്റീവാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്തായാലും, എനിക്ക് പറയാൻ ഒരു മടിയില്ല. പക്ഷേ എനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ്, എനിക്കങ്ങനെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ ചെയ്യുക? ഓക്കെ, അപ്പോൾ ഞാൻ പൊളിച്ച് നോക്കി. എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച കളറും
സംഭവം എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യേണ്ടതല്ല, കൈ മാത്രമാണ് കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നത്. കൈ ഞാൻ ചെറുതായിട്ടൊന്ന് നൈസായിട്ട് കുറച്ച് ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് ചെയ്യേണ്ടി വന്നില്ല, കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. കുറേ പേര് നെഗറ്റീവ് പറയുമ്പോഴും നെഗറ്റീവിൻ്റെ കാര്യം വിടാം. ഓക്കെ, അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാവേ. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി കാണിക്കുന്നില്ല. ഇതാണ് സംഭവം. ഇതാണ് വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. കൈ വന്നിട്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, കണ്ടോ? കയ്യിലും അതേ ഡിസൈൻ ഫുള്ളി അതാണ് വരുന്നത്. പിന്നെ ഈ താഴെ വന്നിട്ട് കുറേ ഫ്രില്ല് പോലെ ആണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്, ഇങ്ങനെ കിടക്കുന്ന അത്യാവശ്യം നല്ല ഫ്ലെയറിൽ കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ സൈഡിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഷോൾ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുമേ, വേണമെന്നുള്ളവർക്ക് അത് ഇളക്കിയെടുക്കണം എങ്കിൽ ഇളക്കിയെടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ഷോൾ കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഷോളാണ്, അതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് അത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ അമ്പലത്തിലിടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ നമുക്ക് നന്നായിട്ട് ഒരു പെയർ ചെയ്യാൻ, ബ്യൂട്ടിഫുള്ളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സ്. രണ്ട് ഉപയോഗമില്ലേ, നമുക്കത് ഗൗണായിട്ട് വേണമെങ്കിൽ ഇടാം. പിന്നെ ഈ ഷോൾ നമുക്ക് ഇളക്കി മാറ്റി ഷോൾ ഇല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഷോൾ ഇടണം എന്ന് തോന്നണമെങ്കിൽ നമുക്ക് വെച്ചാൽ മതിയല്ലോ. അത്രയും നല്ല ഇതായിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ. എനിക്ക് ഇതുവരെ കിട്ടിയതെല്ലാം നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഇട്ട 2 ഡ്രസ്സിൻ്റെ വീഡിയോയിൽ 2 ഡ്രസ്സും അടിപൊളിയായിട്ടാണ്. എനിക്ക് നല്ല സ്റ്റിച്ചിങ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ സ്റ്റിച്ചിങ്. അങ്ങനെ പെട്ടെന്ന് ഇളകി പോകുന്നൊരു സ്റ്റിച്ചിങ് ഒന്നും അല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഓണത്തിനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓണത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട്. ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കോസ്റ്റ്യൂം അല്ലേ. ഇപ്പം രണ്ടാമത്തതും ഏകദേശം അങ്ങനൊരു ട്രഡീഷണൽ ടൈപ്പാണ്. അത് എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. മെയ് 30-ാം തീയതിയാണ് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം, ചിലപ്പം പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് വരുമായിരിക്കും, ഇല്ലെങ്കിൽ 2 to 3 months നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത്, അത് ഞാൻ പ്രതീക്ഷിച്ചു, അതായത് 3-4 മാസം പിടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. നെഗറ്റീവ് കമൻസിനോട് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല, കാരണം റിപ്ലൈ കൊടുത്തിട്ടും നമുക്ക് അവരോട് വാദിച്ച് ജയിക്കാൻ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ ചിലർക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പലർക്കും ലേറ്റായി കിട്ടുന്നു, അതിൻ്റെ ഒരു ദേഷ്യം പലർക്കുണ്ട്. പിന്നെ അത് ഓരോരുത്തരുടെ ഇതാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. പേര് ചെയ്യുന്നത് ഇത് ഈ മുങ്കോഡസിൻ്റെ തന്നെ കുറേ ഫേക്ക് പേജുകളുണ്ട്. അതിൽ കുറേ വാട്സപ്പ് നമ്പേഴ്സിൽ വെച്ചിട്ട് അങ്ങനെ കുറേ കാശ് പറ്റിക്കുന്നവരുണ്ട്. അത് സൂക്ഷിക്കുക, കാരണം അവർക്ക് ആകെ വെബ്സൈറ്റിൽ മാത്രമാണ് എന്താ പറയുക നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. വാട്സപ്പും അങ്ങനെ ഗൂഗിൾ പേ ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല. വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് കാർഡിൽ ആഡ് ചെയ്ത് എന്താ പറയുക ബുക്ക് ചെയ്യുന്നത് മാത്രമാണുള്ളത്. സോ അതൊന്ന് നോക്കിക്കോളാം. പിന്നെ ഇതിൻ്റെ ലൈനിങ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ അത്യാവശ്യം വീതിയിൽ നല്ല ഇതിൽ തന്നെ ഫ്ലെയറിൽ തന്നെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു പാൻറ്റ് ഇടണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം അത്രയും അറിയില്ല, കാരണം ഫുൾ ലെങ്തിലാണ് കിടക്കുന്നത്. പിന്നെ ഇതാണ് ആ ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഷിഫോണല്ല ഇതൊരു കുറച്ചൊരു അങ്ങനത്തെ ഒരു മെറ്റീരിയൽ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങളും മുങ്കോഡസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസ്, പുതിയ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.